എന്റെ പൊന്നിന് ഇനിയും പുറത്തു പോണോന്നുണ്ടോ? അയ്യോ ഇല്ല. തോന്നിയാലേ അപ്പ പറയണേ. കാണുന്നില്ലല്ലോ. എത്രയും പെട്ടെന്ന് റിസൾട്ട് ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. മുകളിലേക്ക് കയറിപ്പോയാലോ? വേണ്ട, ഇതിന്റെ പിന്നെ ഞാനാണെന്ന് ആരും അറിയണ്ട. ആ, വരുന്നുണ്ട്. മുഖം കണ്ടിട്ട് എല്ലാം മനസ്സിലായ മട്ട. സത്യാമ്മയ്ക്കിപ്പോ എല്ലാം മനസ്സിലായില്ലേ? എന്നിട്ട് അടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഓരോന്ന് ചെകിട്ടത്തൊന്ന് കൊടുക്കായിരുന്നില്ലേ? ഇപ്പൊ കേട്ടോ എന്ത് അടിയുടെ ശബ്ദം? കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ തരാം. അയ്യോ വേണ്ട വേണ്ട, കേട്ടു. എനിക്ക് മനസ്സിലായിടി നിന്റെ അസുഖം എന്താണെന്ന്. ഭാര്യ ഭർത്താക്കന്മാര് കിടക്കുന്ന റൂമിൽ ഒളിഞ്ഞു നോക്കാൻ പോയ ഫ്ലവർ വേസ് കൊണ്ടല്ല, കരിങ്കല്ല് കൊണ്ട് ഏറെ കിട്ടിയെന്നിരിക്കും. മേഴ ആ റൂമിന്റെ പരിസരത്തെങ്ങനെ നിന്നെ കണ്ട ഞാൻ തന്നെ നിന്നെ ചവിട്ടി കീറും. നാണം കെട്ടവള്. ഓർത്തു വെച്ചോ, നിന്നെ ഇനി ഇവിടെ അധികം വെച്ച് വാഴിക്കില്ല ഞാൻ. കുടുംബ കലക്കി. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ശ്യാമയും രോഹിത്തും തമ്മില് ശരിക്കും വഴക്കില്ലേ? അതോ എനിക്ക് തലയ്ക്ക് ഏറ് കിട്ടിയപ്പോ ശരിക്കും ബോധം പോയതാണോ? എന്റെ ചക്കരക്ക് ഇനി ഉമ്മ വേണമെങ്കിൽ തരാൻ കേട്ടാ. എനിക്ക് ഉമ്മ തന്നാലേ 100 ഞാൻ മടക്കി തരും. എന്റെ സ്നേഹം ഇതുവരെ രോഹിത്തേട്ടന് മനസ്സിലായില്ലേ? ആരാ രോഹിത്തേട്ടാ ഈ സമയത്ത്? വീട് പൊന്നെ, ഞാൻ പോയി നോക്കിട്ട് വരാം. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. എന്റെ കൈ ഇനി വാങ്ങിച്ചേട്ടില്ലേ? വേഗം വരണേ രോഹിത്തേട്ടാ. മതിയാക്ക്, സത്യാമ്മ വന്നിട്ട് പോയി. എന്തായാലും വിവരം അറിയിച്ചതിന് നന്ദി. പങ്കജ ഇങ്ങോട്ട് പതുങ്ങി കയറി വരുന്നത് കണ്ട ഞാനിത് ശ്രദ്ധിക്കുന്നെ. അവളെന്തോ കണ്ടുപിടിക്കാനുള്ള വരവായിരുന്നു. നോക്കുമ്പോ നിങ്ങൾ തമ്മിൽ പൊരിഞ്ഞാടി. പങ്കജ അപ്പൊ തന്നെ വിവരം സത്യാമ്മയെ അറിയിക്കുന്നു. ഉടൻ തന്നെ ചെക്കിംഗ് ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതാ ഞാൻ കൈയോടെ വിവരം അറിയിച്ചത്. രോഹിത്തെ, ഒന്ന് പുറത്തു വന്നേ. ശരിയാക്കി തരാടി. നീ പുറവട്ടി. എന്താ നിങ്ങൾക്കിടെ ഇപ്പൊ എന്താ പുതിയ പ്രശ്നം? സത്യമ്മയുടെ മുന്നിൽ വെച്ച്
ശ്യാമേനോട് സ്നേഹമായിട്ട് പെരുമാറിയത് അഭിനയമാണെന്ന് ശാലിനിക്ക് മനസ്സിലായി കാണുമല്ലോ. അത് അയാൾക്ക് സുസ്മിതയോടുള്ള പക തീർക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അയാൾ ഇനി ഈ വീടിന് പുറത്തു പോകാൻ വഴിയൊരുക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെ സുസ്മിത ജയിക്കാൻ പാടില്ല അത്രേ. അത്രയും ബോധം ഉണ്ടായല്ലോ, സന്തോഷം. അല്ല, അതിന് രോഹിത്തുമായിട്ട് എന്തിനാ വഴക്കിടുന്നത്? അത് ഞാൻ റൂമിന് പുറത്ത് കിടക്കാൻ പോവെന്ന് പറഞ്ഞു. അപ്പൊ സത്യാമ്മ അറിയില്ലേ ഞങ്ങൾ തമ്മിൽ പിണക്കമാണെന്ന്. അതെന്തിനാ രോഹിത്ത് റൂമിന് വെളിയിൽ കിടക്കാൻ പോയത്? എനിക്കിഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ താമസിക്കും. ദീപക് അവൻ വരുന്നതുവരെ മാത്രം. അക്കാര്യം ഇപ്പൊ പറയണ്ട. വെറുതെ എന്തിനാ ഇനിയൊരു പ്രശ്നം കൂടി. രോഹിത്തെ, എന്താ ആലോചിക്കുന്നേ? എന്തിനാ റൂമിന് പുറത്ത് കിടക്കാൻ പോയെന്ന്? അല്ല, അതൊന്നും ഇല്ല ശാലിനി. അക്കാര്യം ഇപ്പൊ പറയണ്ട. വിഷ്ണു ശാലിനിയൊക്കെ കൂടി ശ്യാമയെ കുറ്റപ്പെടുത്തും. വെറുതെ അയാളെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? രോഹിത്തെ, ശ്യാമയെ പറ്റിയുള്ള എന്തോ ഒരു രഹസ്യം രോഹിത്ത് ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ. ഹേയ്, അതൊന്നും ഇല്ല ശാലിനി. കുഞ്ഞു കുഞ്ഞു സൗന്ദര്യ പിണക്കങ്ങളില്ലേ, അത്രേ ഉള്ളൂ. രോഹിത്, നിക്ക്. ഒരു പക്ഷേ ഞങ്ങളെക്കാളൊക്കെ ശ്യാമയെ സ്നേഹിക്കുന്നത് രോഹിത് ആയിരിക്കും. ആ സ്നേഹം അവള് മാത്രം തിരിച്ചറിയുന്നില്ലല്ലോ എന്നാ. വേറൊന്നുമില്ലെങ്കിൽ ഗുഡ് നൈറ്റ് രോഹിത്തെ. ശാലിനി, ഒരു മിനിറ്റ്. ശ്യാമ ഏത് സിലബസാ പഠിച്ചത്? ഞങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസാ പഠിച്ചത്. എന്താ രോഹിത്തെ? അല്ല, CBSEയോ ICSE ആണോ എന്ന് ഒരു സംശയം. നല്ല ഭാഷാ പ്രാവീണ്യം. ഞങ്ങള് കുടുംബമായിട്ടേ അങ്ങനെയാ. അപ്പൊ വിഷ്ണുവിന്റെയും രാജീവ് സാറിന്റെയും കാര്യം കട്ട പോകാം. അല്ല, ഈ ശ്യാമ കബഡി അല്ലാതെ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കരാട്ടയോ കുംഫുവോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, അങ്ങനൊന്നുമില്ല. രക്ഷപ്പെട്ടു. പിന്നെ കുറച്ച് മർമ്മവിദ്യ പഠിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ അത് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ചെറുപ്പത്തില് കുറുപ്പ് സാർ ഞങ്ങളെ ഒരു കളരി ആശാന്റെ അടുക്ക കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശരിയെന്നാ. അല്ല ശാലിനി, ഈ പറഞ്ഞ ആശാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടല്ലോ. അവിടെ ഈ ഉഴിച്ചിലും പിഴിച്ചിലും തടവലും അങ്ങനെ എന്തെങ്കിലും? ഉണ്ട്. ചിലപ്പോ അല്ല, മിക്കവാറും ആവശ്യം വരും. ശ്യാമ ഒരു പാവ രോഹിത്, കുട്ടികളുടെ മനസ്സാ. ഓ എന്നാ ശരി. ശരി. എവിടെ പോയി ഇത്? ഒന്ന് രണ്ട് കട ബാക്കിയുണ്ടായിരുന്നു. ഇതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സല്ലേടി. അടിക്കരുത്, അടിക്കരുത്, അടിക്കരുതെന്ന് വേണ്ട. ഒരാണിനെയും പെണ്ണിനെയും മയക്കി കിടത്തി അവരുടെ ഫോട്ടോ എടുത്ത് ആ പെണ്ണിന്റെ ജീവിതം തകർക്കുന്ന നിനക്കൊക്കെ നിത്യവൃത്തിക്ക് കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നവരുടെ വിലയുണ്ടോടി? അവളുടെ ഒരു പവർ പൊളിറ്റിക്സ്. കരക്കടി പുറത്ത്. അമ്മയുടെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇനിയും എന്നെ നാണം കെടുത്തുന്ന എന്തെങ്കിലും കാര്യമായിരിക്കും. നിക്ക്, അത് വിടമ്മേ.
ഒരമ്പ് പഴച്ചാ മറ്റൊന്നല്ലേ അമ്മേനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നെ. നമുക്കൊരു അബദ്ധം പറ്റി, അതങ്ങ് വിട്ടേക്ക്. യുദ്ധത്തിലേറ്റ മുറിവുകളുടെ കണക്കെടുത്തോണ്ടിരുന്നവരാരും ജയിക്കാൻ പോകുന്നില്ല. ചെറിയ വേദന നീറ്റലൊക്കെ ഉണ്ടായെന്നിരിക്കും. അത് അവഗണിച്ച് പുതിയ യുദ്ധതന്ത്രം പയറ്റണം. അവളുടെ ഒരു തന്ത്രം. അങ്ങനെ അവഗണിച്ച് കളയാൻ പറ്റുന്ന ഒരു മുറിവല്ലടി ഉണ്ടായിരിക്കുന്നത്. നീ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഭാമയുടെ അടുത്തേക്ക് എനിക്ക് എപ്പോഴും ചെന്ന് കയറാൻ പറ്റുന്ന ഒരു വാതിലുണ്ടായിരുന്നു. ഞാനൊരു തെറ്റിദ്ധാരണ കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഭാമ കരുതിക്കോളുമായിരുന്നു. പക്ഷേ ഇപ്പോ എല്ലാം നശിപ്പിച്ച് കളഞ്ഞില്ലേ? പോയത് പോട്ടെന്റെ അമ്മേ. അതാ ഞാൻ പറഞ്ഞത് പുതിയ വഴി നോക്കാന്ന്. പിന്നെ ഇത്രയും നാൾ യുദ്ധം ചെയ്തത് എന്തിനാടി? നീ ജയിലിൽ പോയതും നിന്റെ അച്ഛനെ അവിടെ വിട്ടിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും ഒക്കെ എന്തിനാ? ഹ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അമ്മ സമാധാനായിട്ടൊന്ന് കേക്ക്. പറ. സത്യഭാമയ്ക്കും വിഷ്ണുവേട്ടനും ശാലിനിക്കും എതിരായ എല്ലാ യുദ്ധങ്ങളും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അവരോട് പകയോ പിണക്കോ വിദ്വേഷമോ ഒന്നുമില്ല. അമ്മയും ഭാമാന്റെയും ബിസിനസ് സുഹൃത്തുക്കൾ മാത്രമാണ്. ഞാനും വിഷ്ണുവേട്ടനുമായിട്ട് വിവാഹം ആലോചിച്ചിട്ടില്ല. അതിന് പിന്നാലെ ഉണ്ടായ സംഭവ പരമ്പരകളും വിട്ടു. അപ്പോ നീ ജയിലിൽ കിടക്കേണ്ട 6 വർഷമോ അത് നീ വിട്ടാലും സർക്കാർ വിടത്തില്ല. അത് എന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ അമ്മേ, അത് ഞാനങ്ങ് സഹിച്ചു. തുറന്നു ചോദിച്ച അമ്മയ്ക്ക് ഇതൊന്നും ബോറടിക്കുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവേട്ട ശാലിനിയെ കല്യാണം കഴിച്ചു. പിന്നെ അവരുടെ പിന്നാലെ നടന്ന് എന്തിനാ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അവരൊന്ന് മനസമാധാനത്തോടെ ജീവിച്ചു തുടങ്ങുമ്പോ നമ്മൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അതിന് പിന്നാലെയായി എല്ലാരും. ശാലിനിയോ ശാരദാമ്മയോ സമാധാനത്തിന്റെ ഒരു നുറുങ്ങുവട്ടം കണ്ടാ മതി, സുസ്മിത അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ പറഞ്ഞു തുടങ്ങും. എന്തിനാ കഥ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ജഡ്ജ് ചെയ്യിപ്പിക്കുന്നത്? നമുക്ക് കഥയൊന്ന് മാറ്റിപ്പിടിക്കാമേ. എന്തു പറ്റിയടി നിനക്ക്? ഇത്രയും കാലം എനിക്ക് എന്തു പറ്റിയെന്നാ സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്. സത്യഭാമയുടെ മകൻ വിഷ്ണു അല്ലാതെ ഈ ലോകത്ത് വേറെ പയ്യന്മാരൊന്നുമില്ലേ? അവൻ കെട്ടിയെങ്കിൽ കെട്ടി, അവന്റെ വിധി. അതോടെ അത് തീർന്നു. തീരണമായിരുന്നു. അതിനു പകരം പിന്നെ അവരുടെ പിന്നാലെ നടന്ന് ജയിൽ ശിക്ഷയും വാങ്ങിച്ചു. ആയിരിക്കുന്നു കുട്ടി കണ്ടോ? അവളുടെ മുഖം കണ്ടറിയില്ലേ? ഒരു മാലാഖയുടെ ഹൃദയവും കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും ഉള്ളിലുണ്ടെന്ന്. അമ്മ കുറച്ച് ഓവറാ കേട്ടോ. പളപളാന്ന് തിളങ്ങുന്ന പട്ടുസാരിയും കാതിലും മുറം പോലത്തെ കമ്മലും കടിച്ചാ പൊട്ടാത്ത ഡയലോഗും ഒക്കെ ആയിട്ട് അമ്മേന് തോക്കെടുത്ത നാട്ടുകാർ ചാണകം വാരി എറിയും. അമ്മയ്ക്ക് പരിഭവമൊന്നും തോന്നരുത്, ഞാൻ ഉള്ള സത്യം പറഞ്ഞതേ ഉള്ളൂ. നീ ഡ്രസ് മാറ്, നമുക്കിറങ്ങാം. എങ്ങോട്ട്? അതെ, എനിക്ക് പരിചയമുള്ളൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. ഇത് ചെവി അറിയില്ല. തുടക്കത്തിലെ ചികിത്സിച്ച പൂർണ്ണമായിട്ട് മാറും മോളെ. ഇത് ദൈവമേ, ഇത് ഇളകിയെന്ന് തോന്നുന്നല്ലോ. ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത്. എനിക്ക് വട്ടായി നമ്മയുടെ വിചാരം. എന്റെ പൊന്നമ്മേ, ഒരു സാധാരണ സ്ത്രീയായിട്ട് ജീവിക്കാൻ എനിക്കും ആഗ്രഹമില്ലേ? എപ്പോഴും ഈ മയക്കുപിടിയും പപ്പായ ജ്യൂസും ബോധം കളയുന്ന ടാബ്ലറ്റ്സ് ഒക്കെ ആയിട്ട് നടന്നാ മതിയോ? ചുമ്മാ സീരിയൽ വില്ലത്തിമാരുടെ തറ നമ്പറുകള്. ഞാൻ നന്നാവാൻ തീരുമാനിച്ചമ്മേ. സൂര്യോദയത്തിന്റെ ഭംഗിയും സൂര്യാസ്തമനത്തിന്റെ നൊമ്പരവും ഒക്കെ എനിക്ക് ആസ്വദിക്കണം. കോടമഞ്ഞിന്റെ തണുപ്പും ഇളം വെയിലിന്റെ ചൂടും. നിർത്തടി.
ആരാടി അവൻ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, നിന്റെ സൂര്യോദയവും സൂര്യാസ്തമനവും കോടമഞ്ഞും ഒക്കെ കേട്ടപ്പോ മനസ്സിലായി. അമ്മയും കൊറേ സൂര്യോദയം കണ്ടിട്ടുള്ളതാ മോളെ. പറയടി ആരാന്ന്? അമ്മ അത് ദേ കൊന്നുകളയും ഞാൻ. ദേ രോഹിത്തിനെ പോലെ കഞ്ഞി കുടിക്കാൻ നല്ല നേരം നോക്കുന്ന ആരെയെങ്കിലും പ്രേമിക്കാൻ നടന്ന കൊന്നുകളയും ഞാൻ, കേട്ടോ? ശരി. ഈ ചെറക്കൽ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ അമ്മ? അതാർക്കറിയാത്തത്? ചെറക്കൽ ജുവലേഴ്സ്, ചെറക്കൽ ടെക്സ്റ്റൈൽസ്, ചെറക്കൽ ഹോം അപ്ലയൻസസ്. അവർക്കില്ലാത്ത ബിസിനസ് ഒന്നും ഇല്ലല്ലോ. അവിടുത്തെ മാനേജർമാരാരെങ്കിലും ആണോ? ഷേ, അല്ലമ്മേ, അതിന്റെ ഉടമസ്ഥൻ. ചെറക്കൽ രാമചന്ദ്രൻ. നേരിട്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ കേട്ടത് വെച്ച് നിന്റെ അച്ഛന്റെ പ്രായം വരും. ഷേ, ഈ അമ്മ ഇതെന്താ? അയാളുടെ ഒരേ ഒരു മകൻ ജഗദീപ് കുമാർ. എനിക്ക് അങ്ങോട്ടൊരു ഇഷ്ടമുണ്ടെന്നേ ഉള്ളൂ. എന്നെ അങ്ങേരുടെ കണ്ണിൽ പിടിച്ചിട്ടുണ്ടോന്ന് തന്നെ സംശയ. കളഞ്ഞു. കാര്യങ്ങൾ നീ വിശദമായിട്ട് പറ. സോറി മാഡം, ഇവിടുത്തെ VIP കസ്റ്റമറാണ് ജഗദീപ് സാർ. സാറ് വരുമ്പോൾ ഇവിടെ വേറെ കാർ കാണരുത്. 60 CR ഉണ്ട് സാർ. വിട്ടേക്ക്, എനിക്കത് നിസാരമാണ്. എന്റെ രാജകുമാരിയെ കണ്ടെത്താനായി ഞാൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി അഥവാ നീയാണ് അങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തുന്നതെങ്കിൽ ഉടനെ എന്നെ വിവരം അറിയണം. എന്റെ ഫോൺ നമ്പർ ഓർമ്മയുണ്ടല്ലോ? അറിയാം സാർ. 9846019119. നീയൊക്കെ എന്തിനാടി പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? എന്റെ മകളാണെന്ന് പറയാൻ തന്നെ നാണക്കേടാ. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നായിരുന്നു അമ്മ പറയുന്നത്? എടി, പെണ്ണാണിന്റെ പിന്നാലെ അല്ല, ആണ് പെണ്ണിന്റെ പിന്നാലെ നടക്കണം. ഈ ജഗദീപൊക്കെ എത്ര പെണ്ണുങ്ങളെ കണ്ടു കാണും. പതിവ് നമ്പറൊന്നും അയാളുടെ അടുത്ത് ചെലവാവില്ലമ്മേ. എടി, ഇങ്ങോട്ട് നോക്ക. ഇങ്ങനൊരു നോട്ടം നോക്കിയാൽ വീഴാത്ത ആണുങ്ങളൊന്നും ഈ ഭൂമിയിൽ പറഞ്ഞിട്ടില്ല. അയാൾ എന്റെ നേരെ നോക്കിയിട്ട് വേണ്ടേമ്മേ ഞാൻ നോക്കുന്നത് കാണാനായിട്ട്. 2 ചാൻസ് നീ പാഴാക്കി. അറിയാത്ത മട്ടിൽ നീ അവന്റെ ദേഹത്ത് ഒന്ന് മുട്ടെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ ആലോചിക്കാത്തതല്ലമ്മേ, Z ക്ലാസ് സെക്യൂരിറ്റിയാ. അടുത്ത് ചെല്ലാൻ പോലും വയ്യ. അറിയാതെ എങ്ങാനും മുട്ടിപ്പോയാ അടി കിട്ടുമെന്നും പേടിച്ചു. ശരി, നിന്റെ കയ്യിൽ അയാളുടെ നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് എന്ത് പറയാനാമേ? മിനിറ്റിന് ലക്ഷങ്ങൾ വിലയുള്ള ആളാ. എന്തേലും അപ്രീതി തോന്നിയാ ജീവിതകാലത്ത് നമുക്കങ്ങോട്ട് മുട്ടാനും പറ്റില്ല. മാത്രമല്ല, ഈ സമയത്തൊക്കെ നല്ല തിരക്കിലായിരിക്കും കക്ഷി. ഈ അടുപ്പിക്കൂടെ ഞാൻ തന്നെ തീ ഊതുന്നുണ്ട്. ദൈവമേ, സൂഹിക്കണവൻ. ചന്തു, ചന്തു, ചന്തുടേ. എന്തു കളിയാ? എന്റെ കളിയ, എന്റെ പൊന്നളിയ വന്നൊന്ന് സഹായിക്കടാ. ഈ വീട്ടിലെ സർവ്വജോലി ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ, എടാ, രാവിലെ നിന്നെ അടിച്ചെഴുന്നേപ്പിച്ച് ബെഡ് കോഫി തരണം, മുറ്റം തൂക്കണം, വീടടിച്ചു വരണം, ഈ വീട്ടിലെ തുണിയെല്ലാം ഞാൻ കഴുകിയിരണം, പ്രാതലും ഉച്ചഭക്ഷണം. രാത്രിയിലേക്കാണെങ്കിൽ നിനക്ക് തള്ളിക്കയറ്റാനുള്ളത് ഞാൻ ഉണ്ടാക്കി തരണം. എന്നിട്ട് പാത്രം കഴുകിയിട്ട് കമഴ്ത്തി വെക്കണം. എടാ, നീ ഒരു കൈ സഹായിക്കൂന്ന് വെച്ചാ? ഏത് വീടിന്റെ കാര്യമാണ് നീ പറയുന്നേ? ഏത് വീടെന്ന് വെച്ചാ ഈ വീടിന്റെ. ഇതാരുടെ വീടാളിയാ? സുന്ദരേശൻ നായരുടെ വീട്. അത് സംഭവിച്ചു. ഇതിന് ഡെപ്പോസിറ്റ് കൊടുത്ത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതും മാസാമാസം 8000 രൂപ അയാളുടെ അണ്ണാക്കിലേക്ക് തള്ളുന്നതും ഈ ഞാനല്ലേ? അല്ലേ? അളിയാ, അതിന് നമ്മൾ തമ്മിൽ പണത്തിന്റെ ഒരു കണക്കുണ്ടാടാ. അത് വിട്. ഇതിനു മുമ്പ് ഞാൻ ഏത് വീട്ടിലാ താമസിച്ചിരുന്നത് നിനക്കറിയാലോ. നിന്റെ സ്വന്തം വീടല്ലായിരുന്നു അളിയാ? സ്വന്തം വീടല്ലായിരുന്നോന്നോ?
എടാ 90 ലക്ഷം രൂപ ആസ്തിയുള്ള വീടും സ്ഥലവും അത് വിറ്റ് തുലയ്ക്കാൻ കാരണക്കാരൻ ആരാ? ഏ? ഏ? എടാ ആരാന്ന്? മര്യാദയ്ക്ക് കഞ്ഞിയും വെള്ളവും കൂടി ചേർന്ന് എന്നോട് മാഞ്ചിയം കൃഷി ചെയ്ത് ഇപ്പൊ കോടികൾ കൊയ്യാന്ന് പറഞ്ഞ് പറ്റിച്ച് ആ സ്ഥലവും വീടും വിപ്പിച്ചത് ആരാന്ന്? അളിയ മനുഷ്യനല്ലേ, അബദ്ധം പറ്റൂലേ? അബദ്ധോ? എന്റെ മാഞ്ചിയ മരങ്ങൾ കാണാൻ ഞാൻ വരുമ്പോ കാട്ടില് പൂത്ത് തഴച്ച് നിൽക്കുക നല്ല ഒന്നാന്തരം നീലച്ചടയൻ കഞ്ചാവ്. അളിയ സത്യം പറഞ്ഞ ഈ മാഞ്ചിയതിനേക്കാളും നല്ല ലാഭമുള്ള ബിസിനസ് കഞ്ചാവാണ്. അത് ഈ എക്സൈസുകാരന്മാര് വന്ന് കണ്ടുപിടിക്കുമെന്നും എന്റെ തോട്ടത്തിന് തീയിടുമെന്നും ഞാൻ വിചാരിച്ച വേറെ വൃത്തികെട്ടവന്മാര്. അന്ന് എക്സൈസുകാർ തീയിട്ടത് നീ കണ്ടല്ലോ. ഓ പിന്നെ ഞാൻ കണ്ടല്ലേ. എന്നാ അതുപോലെ മര്യാദയ്ക്ക് നീ ഇവിടെ തീയിട്ടോ. എനിക്ക് നഷ്ടം വന്ന കാശ് അണാ പൈസ നഷ്ടം വരാതെ ഈടാക്കിയിട്ടെ നിന്നെ ഇവിടെ നിന്ന് വിടൂ ജഗദീപേ. അത്രയ്ക്കായ എന്നാ പിന്നെ ഇന്ന് നിനക്ക് ദോശ ഉണ്ടായി തന്ന് നിന്നെ കൊണ്ട് തിരിച്ചിട്ടുള്ളടാ. താരി കിടന്ന് വിളിക്കുന്ന. ഹലോ, ആരാ ആരാ? ഞാൻ സരള. സാറളയാ കുറളയാ ആരാ ആയിക്കോട്ടെ. നിങ്ങൾ ഏത് വകുപ്പാന്ന് പറയുന്നത്?